പാടൂ. രാവണൻ ചേട്ടന്റെ പാട്ട് സൂപ്പർ. ആ രാവണൻ ചേട്ടൻ ഏത് അതൊക്കെ വേറെ പൊളി. ഇത് ഞാൻ പാടുവേനു. ചേച്ചി എത്ര മണി വരെ ലൈവ് പോവും? ഇപ്പൊ ടൈം 8:30. 1.5 മണിക്കൂർ കൂടെ നിക്കുവോ? നിൽക്കും. 1.5 മണിക്കൂർ കൂടെ നിക്കുവാണെങ്കിൽ ഞാൻ റൂമിൽ എത്തിയിട്ട് പാടാം. ഇവിടെ ഞാൻ പാടിക്കണ്ട ബംഗാളികളൊക്കെ എന്നെ ബംഗാൾ കൊണ്ടുപോയിടും. അടുത്ത പാട്ട് ഇറങ്ങാക്കോ. അതാ പ്രശ്നം. ഞങ്ങൾക്കൊന്നും ഉറപ്പ് തിരിച്ചു വരുമെന്നുള്ളത്. എങ്ങനെ ഉറപ്പോ? ഞാനിപ്പോ എങ്ങനെ ഉറപ്പ് തരിക? ഉറപ്പായിട്ട് ഞാൻ വരും. മിനിക്കുട്ടി ഇവിടെ ഉണ്ടോ? ഞാൻ ഉണ്ടാവും, പാടാൻ വരും. മിനിക്കുട്ടി ഉണ്ടോ? മതിയെന്ന് പറയുന്നു. മിനിയമ്മ പറയുന്നു. മിനിയമ്മ കാണും അതുവരെ. മിനിയമ്മ പറയുന്നു മതിയെന്ന്. സോണി എത്ര മണിക്കൂറായി? ഇപ്പൊ സമയം 11 മണി. 11 മണി. അപ്പൊ 1.5 മണിക്കൂർ 12:30 വരെ. 12:30-12:45 ആകുമ്പോഴേക്കും ഞാൻ റൂമിലെത്തും. ആണോ? 12:45. ആരും കളിയാക്കൂലെങ്കിൽ അതാ ഞാന് കളിയൊന്നും. ഇത് നമ്മള് കുടുംബക്കാരേ ഉള്ളൂ, അല്ലാതെ വേറെ ആരും അന്യാർത്ഥക്കാരല്ല. ഇതിനകത്തുള്ളവരെല്ലാം നമ്മൾ കുടുംബക്കാരാണ്. അപ്പൊ കുഴപ്പമില്ല. ഞങ്ങൾ അന്യാർത്ഥക്കാരും അല്ല, ഇതെല്ലാം ഞങ്ങളുടെ കുടുംബമാണ്. ചേച്ചി മുത്തേന്ന് വിളിക്കുന്നുണ്ട്. കിച്ചു വന്നിട്ട് പാടണമെന്ന് കേട്ടോ. വന്നിട്ട് പാടും. ആ പാട്ടിന് എന്നേ പാടുള്ളൂ. മാനത്തെ മാരിക്കുരുന്ന്. എത്ര വാക്ക് പോലും കിട്ടുന്നില്ല. ഈ ഞാനാണ് പാടുന്നത്. കോമഡി ആയിരിക്കും. ഈ എരപ്പാളി ഏത് ബംഗാളി? സന്ധ്യക്കുട്ടി പറയുന്നുണ്ട്. ബംഗാളികൾക്ക് അങ്ങനത്തെ പാട്ടുകാരൊക്കെ മതി. ചുമ്മാ മൂലയ ബംഗാളില് പാട്ടുകാരന. ഉണ്ണിയേട്ടാ ഞാൻ ഒന്ന് ഉറങ്ങട്ടെ, സുഖമില്ല, നാളെ കാണാം. അതാ കണ്ട സച്ചു ഒക്കെ പോവാ. സച്ചു എവിടെ പോവാടാ? സച്ചു എവിടെ പോകുന്നു? ഹായ് അമ്മ എന്ന് പറയുന്നുണ്ട്. ഹായ് സന്ധ്യാജി നമസ്തേ പറയുന്നുണ്ട്. ഞാൻ പാടിയാൽ എന്റെ സോണിക്ക് സ്നേഹം കൂടും. കിച്ചു മോൻ എന്ന് പറയുന്നുണ്ട്. സച്ചു പൊന്നാക്കി ഷോ എന്ന് വിളിക്കുന്നുണ്ട്. സച്ചു നീ പോവാണോ ചോദിക്കുന്നുണ്ട്. സച്ചു നീ പോവാണോടാ? ശ്യാംകുമാർ ലൈക്ക് അടിച്ചു. എങ്ങോട്ടാ? സോണി കേട്ടോ യേശു പറഞ്ഞത്? ഉണ്ണിയേട്ടാ ഞാനൊന്ന് ഉറങ്ങട്ടെ, സുഖമില്ല, നാളെ കാണാം. ഓക്കെ. ഞങ്ങൾ സംഗീതം പട്ടം നേടിയവർ അല്ലാന്ന് പറയുന്നുണ്ട് മിനിയമ്മ. അത് തന്നെ, ഇത് ആരും പഠിച്ചവരല്ല. മിനിയമ്മ എന്റെ അടുത്തൊക്കെ ഞാൻ വെറും ശിശു ഉഷു. മിനിയമ്മൊക്കെ ഏത് രീതിയിൽ പാടും. നീ പാടിയില്ലെങ്കിൽ ഞാൻ ഡിവോഴ്സ് ആക്കും, നോക്കിക്കോ. അയ്യോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞിട്ട സന്ധ്യ ആ സമയത്ത് ഒരു ഹായ് ഇട്ടിട്ടുണ്ട് ഞാൻ പാടും. അടുത്ത ചലഞ്ച്. ഒന്ന്, എനിക്ക് ഇവിടെ എല്ലാരും ഒന്നും പരിചയമുള്ള മിനിക്കുട്ടി ഇവിടെ വേണം. സന്ധ്യ ഒരു ഹായ് ഇടണം, ഉറങ്ങാണ്ട് നിൽക്കുവാണെങ്കിൽ. ഞാൻ പറഞ്ഞില്ല എന്നെക്കാളും വലിയ ഇവിടെ ഇപ്പൊ സന്ധ്യാമ്മ. ഇപ്പൊ ഈ അടുത്തായിട്ട് അങ്ങനെ ആയി വരുന്നുണ്ട്. പാടില്ല, ഞാൻ ഡിവേഴ്സ് ചെയ്യുമെന്ന്. കണ്ട കഴിയുന്നില്ല രാജി ചേച്ചി. പൊക്കോട്ടെ മോനെ, പൊക്കോ. സച്ചു ഓക്കെ, ഗുഡ് നൈറ്റ്. ഇതാരാ ചേച്ചി? ഇത് നമ്മളെ ഡോക്ടർ പിള്ളേച്ചൻ. ഡോക്ടറാണ് പിള്ളേച്ചൻ. സന്ധ്യ ഹായ് പറയുന്നുണ്ട്. എന്താ സച്ചു, എന്തേലും പ്രോബ്ലം ഉണ്ടോ? പോയി ഉറങ്ങ് ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഇതാണ് ഡോക്ടർ പിള്ളേച്ചൻ. കിച്ചുമോൻ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഉറങ്ങി എന്ന് പറയുന്നുണ്ട്. സന്ധ്യക്കുട്ടി പറയുന്നത് ഞാൻ ഉറങ്ങി, സോണി ഒന്നും ഇല്ലടാന്ന് പറയുന്നുണ്ട്. ഇതാണ് ഡോക്ടർ പിള്ളേച്ചൻ. ഡോക്ടർ പിള്ളേച്ചൻ ഒന്ന് കൂട്ടാക്കണം കേട്ടോ. ഇത് പിൻ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ അത് ഇച്ചിരി കൂടെ. കീർത്തി ഹായിയുടെ മുത്തേ. സച്ചു കുറച്ചു നേരം ഉറങ്ങി വാന്ന് പറയുന്നുണ്ട്. എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്. കഴിഞ്ഞിട്ട് വേണം. ഓക്കേടെ മുത്ത. എന്നാ പാട്ട് പാടട്ടെ. ഗണേശന്റെ പാട്ടാണ് മിനിക്കുട്ടി ഫസ്റ്റ് എനിക്ക് വേണ്ടിട്ട്. ഓക്കെ. എല്ലാവർക്കും ബൈ ബൈ. ഓക്കേടെ മോനെ, വന്നതിൽ ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. ഓക്കെ. അങ്ങനെ നമ്മുടെ ഡോക്ടർ പിള്ളേച്ചൻ താഴെ ഇറങ്ങി. കീർത്തി ഹായ് മുത്തേ. ഹായടാ, ഞാൻ കുറച്ചു നേരം ഉറങ്ങിയിട്ട് വരാം. ഷിനോ നീ ഉറങ്ങുന്നില്ല, അവിടെ ഇരുന്നാട്ടെ. ചേച്ചി ഇവനറിയാം ഞാൻ 12 വരെ ആണോ ഉള്ളതെന്ന്. അതാണ് ഈ ഉടായിപ്പെന്ന് പറയുന്നുണ്ട്. ആണോ? ഓക്കെ. ഉണ്ണിയേട്ടാ ബായി പറയുന്നുണ്ട്. ആണോ അമ്മ? ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഓക്കെ സച്ചുമോൻ എന്ന് പറയുന്നുണ്ട്. മിനിയമ്മ കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പിള്ളേച്ചനം കേട്ടോ. ഷിനോ ചേട്ടാ എവിടെ പോവാന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ണി ചിരിക്കുന്നുണ്ട്. നമ്മുടെ DJ പോയോ? അങ്ങനെ പിള്ളേച്ചൻ താഴെ വന്നിട്ടുണ്ട്. സന്ധ്യാമ്മയെന്ന് വിളിക്കുന്നുണ്ട് പിള്ളേച്ചന്. പിള്ളേച്ചന്റെ പാട്ട് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചായിരുന്നല്ലോ. പിള്ളേച്ചന് വേണ്ടി പാട്ട് പാടും. ഇന്ന് വിനായക ചതുർത്ഥി അല്ലേ? വിഘ്നേശ്വര ജന്മ നാളികേരം. ഫേസ് കാണിക്കാൻ പറ്റില്ല, കൊട്ടലുണ്ട് ഇവിടെ. ഇതേത് പുസ്തകം കൊട്ടും കൂടി പിടിക്കുമ്പോ ശരിയാവില്ല. എന്താ
വിഘ്നേശ്വര